ഒരിക്കൽ ഒരു വലിയ തടാകത്തിൽ 3 മത്സ്യങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്നു. അവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും അവരുടെ സ്വഭാവം വളരെ വ്യത്യസ്തമായിരുന്നു. ആദ്യത്തെ മത്സ്യം വളരെ ബുദ്ധിമാനായിരുന്നു. അത് എപ്പോഴും ദൂരക്കാഴ്ചയോടെ കാര്യങ്ങൾ ചിന്തിച്ചു. രണ്ടാമത്തെ മത്സ്യം സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനായിരുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് തലയൂരാൻ അവന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. എന്നാൽ മൂന്നാമത്തെ മത്സ്യം മടിയനും വിധിയെ വിശ്വസിക്കുന്നവനുമായിരുന്നു. എന്ത് സംഭവിക്കാനുണ്ടോ അത് സംഭവിക്കും, അതിനെ മാറ്റാൻ കഴിയില്ല എന്നതായിരുന്നു അവന്റെ ചിന്ത. ഒരു ദിവസം ആ തടാകക്കരയിലൂടെ പോയ ചില മീൻപിടുത്തക്കാർ സംസാരിക്കുന്നത് ആദ്യത്തെ മത്സ്യം കേട്ടു. ഈ തടാകത്തിൽ ഒരുപാട് വലിയ മത്സ്യങ്ങളുണ്ട്. നാളെ രാവിലെ നമുക്ക് വലയുമായി വന്ന് ഇവയെയെല്ലാം പിടിക്കാം. കേട്ടപാടെ ആദ്യത്തെ മത്സ്യം സുഹൃത്തുക്കളുടെ അടുത്തെത്തി വിവരം പറഞ്ഞു. നമുക്കിപ്പോൾ തന്നെ ഈ തടാകം വിട്ട് അടുത്തുള്ള വലിയ പുഴയിലേക്ക് മാറണം. നാളെ വലിയ അപകടമാണ് വരാൻ പോകുന്നത്. എന്നാൽ രണ്ടാമത്തെ മത്സ്യം പറഞ്ഞു, ഞാനിപ്പോൾ വരുന്നില്ല. അവർ നാളെയല്ലേ വരൂ, അപ്പോൾ നോക്കാം. മൂന്നാമത്തെ മത്സ്യം പരിഹസിച്ചു, എന്റെ വിധിയിൽ മീൻപിടുത്തക്കാരുടെ വലയിൽ വീഴാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയാലും അത് സംഭവിക്കും. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടുമില്ല. ആദ്യത്തെ മത്സ്യം ഒട്ടും സമയം കളയാതെ അന്നുരാത്രി തന്നെ കഷ്ടപ്പെട്ട് ആ തടാകത്തിലെ ഒരു ചെറിയ ചാൽ വഴി പുഴയിലേക്ക് നീന്തിപ്പോയി. പിറ്റേന്ന് രാവിലെ മീൻപിടുത്തക്കാർ വലിയ വലകളുമായി എത്തി തടാകത്തിൽ വീശി. രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സ്യങ്ങൾ വലയ്ക്കുള്ളിൽ കുടുങ്ങി. ഈ സമയം രണ്ടാമത്തെ മത്സ്യം തന്റെ ബുദ്ധി ഉപയോഗിച്ചു. അത് ചത്തതുപോലെ യാതൊരു ചലനവുമില്ലാതെ കിടന്നു. മീൻപിടുത്തക്കാരൻ വല കരയ്ക്കടുപ്പിച്ചു നോക്കിയപ്പോൾ ചത്ത മീനാണെന്ന് കരുതി അവനെ എടുത്ത് ദൂരേക്കെറിഞ്ഞു. അത് കൃത്യമായി വെള്ളത്തിലേക്ക് തന്നെ വീണു. അവൻ രക്ഷപ്പെട്ടു. എന്നാൽ വിധിക്ക് കീഴടങ്ങി മടിച്ചുനിന്ന മൂന്നാമത്തെ മത്സ്യം വലയ്ക്കുള്ളിൽ കിടന്ന് ജീവനായി പിടഞ്ഞുകൊണ്ടിരുന്നു. മീൻപിടുത്തക്കാർ അതിനെ എളുപ്പത്തിൽ പിടിച്ച് കൊട്ടയിലാക്കി. അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുന്നവരും സമയത്തിനനുസരിച്ച് ബുദ്ധിപൂർവ്വം മാറുന്നവരും ജീവിതത്തിൽ വിജയിക്കും. എല്ലാം വിധിയുടെ പുറത്തുചാരി മടിപിടിച്ചിരിക്കുന്നവർക്ക് പരാജയം മാത്രമായിരിക്കും ഫലം. സാഹചര്യങ്ങൾ മോശമാകുന്നതിനു മുൻപ് തന്നെ മാറാൻ തയ്യാറാകുക. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ മടിക്കുന്നവർ കാലത്തിന്റെ വലയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോകും. നിങ്ങളുടെ ജീവിതം മാറ്റേണ്ടത് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയാണ്, വെറും കാത്തിരിപ്പിലൂടെയല്ല. ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, സമയബന്ധിതമായി പ്രവർത്തിക്കുക.